നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. KSRTC ജനങ്ങൾക്ക് ഏറെ ഒരു ഉപകാരപ്പെടുന്നൊരു ഗതാഗത സംവിധാനം തന്നെയാണ് ഈ KSRTC. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, അല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഓടുന്നുണ്ട് KSRTC, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. എന്നാൽ ചില ഭാഗങ്ങളിൽ KSRTCയുടെ അഭാവമുണ്ട്, കുറവുണ്ട്. അത് പ്രൈവറ്റും അതുപോലെ തന്നെ. ഇപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ KSRTCൻ്റെ അമിതമായിട്ടുള്ള ഒരു ലാഭമുണ്ടാക്കുന്ന ഒരു സംഗതിയെ പറ്റിയിട്ടാണ്. കാരണം ആരെങ്കിലുമൊക്കെ ലഗേജായിട്ട് കയറി കഴിഞ്ഞാൽ 10 കിലോയാണോ 5 കിലോയാണോ അതോ 10 കിലോയുടെ മുകളിലാണോ എന്നൊക്കെയുള്ളൊരു ചോദ്യമാണ് പൊതുവേ KSRTCയിലെ കണ്ടക്ടർമാർക്ക്. അത് ചില ഭാഗങ്ങളിലേക്കേ ഉള്ളൂ കേട്ടോ. ഇന്നലെ ഇപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് അട്ടപ്പാടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് അട്ടപ്പാടിക്ക് ബസ്സില്ല. ഞാൻ പാലക്കാട്ടു നിന്ന്, അതായത് ഇന്നലെ 16/1/2026 ജനുവരി 16/1/2026 ഇന്നലത്തെ ഡേറ്റിൽ പാലക്കാട്ടു നിന്ന് ഞാനൊരു ബസ് KSRTCയിൽ കയറി മണ്ണാർക്കാട് ഇറങ്ങേണ്ടിയാണ്. മണ്ണാർക്കാട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ പാലക്കാട് നിന്ന് തന്നെ കയറി ഒരു പകുതി എത്തിയപ്പോൾ ഒരു ഒലവക്കോടൊക്കെ എത്താനായപ്പോഴാണ് നമ്മുടെ അടുത്ത് കണ്ടക്ടർ വന്നത് പൈസയ്ക്ക്. ഈ ലഗേജ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെൻ്റെ ഡ്രസ്സാണ്. കാരണം ഒരു 10 കിലോ ഉണ്ടോ, 10 കിലോൻ്റെ മുകളിൽ 15 കിലോ ഒക്കെ ഉണ്ടോ. ഞാൻ പറഞ്ഞു 10 കിലോ ഉണ്ട്, അതിൻ്റെ കീഴോട്ടേ ഉണ്ടാകത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്കത് അങ്ങനെയാണെങ്കിൽ ഇതിന് പൈസ ഈടാക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള വർത്തമാനമാണ് പറഞ്ഞത്. കാരണം ഇത് പൈസ പിരിക്കാനായിട്ട് വന്നതാണ് അയാൾ. അതിന് ഈ ലഗേജിന് ഒരു ചാർജ്, ആൾക്കൊരു ബസ് ചാർജ് വേറെ. അപ്പോൾ അങ്ങനെ പിരിക്കാനായിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞ ഒരു 10 കിലോൻ്റെ താഴെ ഉള്ളൂ. അപ്പോൾ ഒരു ബസ്സാണ്, ഒരു KL 15 A1635 എന്ന് തോന്നുന്നു ആ ബസ്സിൻ്റെ നമ്പർ. എൻ്റെ ഓർമ്മയിൽ അതാണ് ഓർക്കുന്നത്. സംഭവം ശരി തന്നെയാണ്, ആയിരിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊന്ന് ക്ഷമിക്കണം. ഓക്കെ. അപ്പം ആ വീഡിയോയിൽ ആ കണ്ടക്ടർ ആരാന്നുള്ളതും ഏത് വണ്ടി അതിലിരിക്കുന്നത് ഞാൻ ആ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഭാഗം കാണിക്കുക. ഒരു സെക്കൻഡൊക്കെ ഉണ്ട്, 1-2 സെക്കൻഡ്. കാരണം ഒരുപാട് സമയം നമുക്ക് വീഡിയോ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഈ മൊബൈൽ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ബസ് ഓടുന്ന സമയത്ത് അഥവാ കയ്യിൽ നിന്ന് തെറിച്ച് പോയി കഴിഞ്ഞാൽ ബസ്സിൻ്റെ ഈ വിൻഡോയിൽ കൂടി പുറത്തോട്ട് മൊബൈൽ ചാടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഞാൻ ആ വീഡിയോ പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പം ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. കണ്ടക്ടർ എവിടെയുള്ളതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എവിടുത്തുകാരനായാലും എന്നോട് ചോദിച്ചു. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഈ KSRTC ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഇനി ആൾക്കാരുടെ ഈ ഡ്രസ്സൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ടാണോ, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ടാണോ? എന്തായാലും എൻ്റെ ഡ്രസ്സല്ലാതെ വേറൊരാളുടെ ഡ്രസ്സും ഇല്ല, അല്ലാതെ അനധികൃതമായിട്ടൊരു സാധനവും അതിനകത്തില്ല. എന്തായാലും അയാൾ തിരിച്ചങ്ങോട്ട് പോയി. പിന്നെ എന്നോട് ചോദിച്ചൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് ഒരു ഒലവക്കോട് കഴിഞ്ഞപ്പോഴാണ് ഒരു ഒലവക്കോട് കഴിഞ്ഞ് പുതുപ്പരിയായ ആ ഭാഗത്തു നിന്നാണ് എക്സൈസിൻ്റെ ഒരു ചെക്കിങ്. എന്നോടൊന്നും ചോദിച്ചില്ല, ഒപ്പമുള്ള അവരുടെയൊക്കെ ബാഗ് ചെക്ക് ചെയ്ത് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പം ഒരു കരിമ്പ അവിടെ എത്തിയപ്പോൾ ആ കാഞ്ഞിക്കുള്ള ആ ഭാഗത്ത് എത്തിയപ്പോൾ പിന്നെ ചെക്കിങ്. അപ്പോൾ അവിടുന്ന് ഈ ബസ്സിലെ കണ്ടക്ടർ പറഞ്ഞു നമുക്ക് അവിടുന്ന് ഒരു ചെക്കിങ് കഴിഞ്ഞതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്കിംഗ് ഉണ്ട്. ഗവൺമെൻറ് ജോലിക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്കിംഗ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ബാഗ് കൊണ്ടുവരുമ്പം 10 കിലോയാണോ 15 കിലോ ആണോ 20 കിലോ ആണെന്ന് ചോദിക്കുമ്പോൾ ചില ആൾക്കാർക്ക് അസ്വസ്ഥത ഉണ്ടാവും. അങ്ങനെ വന്നപ്പോൾ ഞാനൊരു വീഡിയോ പിടിച്ചെന്നേ ഉള്ളൂ. അപ്പം ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇതറിയണം. അപ്പോൾ നിങ്ങളുടെ ഈ വകുപ്പിൽ അങ്ങനത്തെ നിയമമുണ്ട്. അത് ഒരു ആളുകളുടെ ഈ ലഗേജ് പിടിച്ച് നോക്കിയിട്ട് അതിൽ 15 കിലോ തൂക്കം നോക്കിയിട്ട് അത് ഇത്ര അതിൽ ചാർജ് ഈടാക്കണമെന്നുണ്ട്. എനിക്കറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗണേശേട്ടാ, നിങ്ങളൊന്നും മനസ്സിലാക്കണം. നിങ്ങൾ മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. അപ്പോൾ എന്താണെന്നുള്ളത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം ഇതുപോലെ തന്നെ ഞാൻ കോട്ടയത്തു നിന്ന് KSRTCക്ക് വന്നതാണ്. അവിടുന്ന് കോട്ടയത്തു നിന്ന് പാലക്കാട് വരെ വന്നിട്ട് ആ ഡ്രൈവറോ കണ്ടക്ടറോ ഒന്നും ചോദിച്ചിട്ടില്ല. ആ കണ്ടക്ടർ എൻ്റെ അടുത്ത് വന്ന് ടിക്കറ്റ് എടുത്ത് പോയി. അയാൾ അതിനെപ്പറ്റി ലഗേജാണോ എന്താണ് ഒരു വിവരവും ചോദിച്ചില്ല. കാരണം അയാൾക്കറിയാതെ നമ്മുടെ ഡ്രസ്സാണെന്നുള്ള വേറെ അനധികൃതമായിട്ടൊരു സാധനവും
നമ്മുടെ അടുത്തില്ല എന്നുള്ളത് അയാൾക്കറിയാം. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അത് ചെക്ക് ചെയ്യാണ്ട് എക്സൈസുകാർ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാഗ് കുത്തി തുറന്നു കഴിഞ്ഞാൽ പൊളിച്ച് കഴിഞ്ഞാലും എങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഡ്രസ്സല്ലാതെ വേറൊരു സാധനം അതിനകത്തൊന്നും കിട്ടത്തില്ല. പിന്നെ ഈ KSRTCക്കാർ ഇങ്ങനെ ചെക്ക് ചകഞ്ഞ് ഇതിങ്ങനെ പിന്നെ പോലീസുകാർ ചെക്ക് ചെയ്യുന്നത് പോലുള്ള ഒരു ചെക്ക് ചെയ്യത്തിൻ്റെ ആവശ്യം എന്താ? ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ ഈ KSRTC മുതലുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെയാണ് മനുഷ്യന്മാർക്ക് യാത്ര ചെയ്യണ്ടേ? കാരണം പൊതുവേ ഒരു ഗതാഗത സംവിധാനം നല്ല KSRTCനെ പറ്റി പൊതുവേ ഒരു അഭിപ്രായം പറയുന്നത്. എന്നാൽ അതിൽ ചില ഇതുപോലുള്ള തൊഴിലാളികളാണ് ഈ KSRTCക്ക് മോശം ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കട്ടിയും ത്രാസും എടുത്തിട്ട് തൂക്കി നോക്കിയിട്ട് വേണമെങ്കിൽ അതിന് 15 കിലോയ്ക്കുള്ളത് വേണമെങ്കിൽ അങ്ങോട്ട് എടുത്ത് കൊടുക്കുക. അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് നാളുടെ മുഖം കാണാനായിട്ട് ആ വീഡിയോ പിടിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടതല്ലേ? അപ്പോൾ ഗണേശേട്ടൻ ഇതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് അറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ടോ? അപ്പോൾ ഒരുപാട് യാത്രക്കാർ കയറുന്നുണ്ട്. അപ്പോൾ പലരും ഇതുപോലുള്ള ഇതിലും വലിയ പെട്ടികളായിട്ട് കയറുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പിടിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ഏതൊക്കെ ബസ്സിലൊക്കെ ഉണ്ട്? എനിക്ക് തോന്നുന്നു ഈ പാലക്കാട്, മലപ്പുറം ഭാഗത്തേക്ക്, കോഴിക്കോട് ഭാഗത്തേക്ക് ഉള്ളതെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള ചെക്കിങ്. അപ്പോൾ ഞാൻ കോട്ടയത്തുനിന്ന് ഞാൻ പറഞ്ഞ പാലക്കാട് വരെ വന്ന് അവിടുത്തെ കണ്ടക്ടർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അയാൾ മാന്യമായിട്ട് ടിക്കറ്റ് വാങ്ങി. ആ ടിക്കറ്റിന് കോട്ടയത്ത് നിന്ന് പാലക്കാട് 240 രൂപ വാങ്ങി. 240 രൂപ വാങ്ങി ആ ടിക്കറ്റും അയാൾ തന്നു. ഓക്കെ, എന്നിട്ട് അയാളുടെ വഴിക്ക് പോയി. അയാൾ എവിടെയെങ്കിലും പോയി കുത്തിരിക്കുക. അടുത്ത ആൾ കയറുമ്പോൾ അയാളുടെ പിരിക്കും. അത് തന്നെ കണ്ടക്ടറെ പണി. എന്നാൽ ഇത് എത്ര കിലോ ഉണ്ട്? 15 കിലോ എനിക്കിവിടെ വേണം, ഇത്ര ചാർജ് വേണം എന്നുള്ള അയാൾ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണിത്? ഈ പ്രഹസനം എന്തിനാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആരെ നന്നാക്കാനാണ്? എത്ര KSRTCയിൽ എത്ര ആൾക്കാർ എവിടെ നിന്നൊക്കെ വരുന്നു? ബാംഗ്ലൂരിൽ നിന്നൊക്കെ KSRTCക്ക് കോട്ടയത്തേക്കും ചങ്ങനാശ്ശേരിക്കും എറണാകുളത്തേക്കും പെരിന്തൽമണ്ണയ്ക്കൊക്കെ വരുന്നവരുണ്ട് ഇല്ലേ? അവരുടെയൊക്കെ ഇതുപോലെ ചെക്ക് ചെയ്യുന്നുണ്ട്. എനിക്കറിയത്തില്ല. പിന്നെ നേരത്തെ കയറുന്നവർക്ക് റിസർവേഷൻ ബുക്ക് ചെയ്താണ് ചില ആൾക്കാരൊക്കെ ഇന്നലെ. അത് പിന്നെ ഓക്കെ, ചില KSRTCയിലൊക്കെ ഉണ്ട്. അപ്പോൾ കോട്ടയത്ത് നിന്ന് കയറിയ കണ്ടക്ടർ അങ്ങോട്ട് ചില ആൾക്കാരെയൊക്കെ പിടിച്ചു ബാക്കിലുള്ള സീറ്റിൽ, പുറകിലുള്ള സീറ്റിലോട്ട് ഇരുത്തുന്നത് കണ്ടു. അപ്പോൾ അത് റിസർവേഷൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. ഞാൻ റിസർവേഷൻ ടിക്കറ്റ് എടുത്തില്ല. ഞാൻ സാധാ ടിക്കറ്റ് എടുക്കും. അതിനുള്ള എവിടെയെങ്കിലും ബാക്കിൽ ഏതെങ്കിലും KSRTCൻ്റെ പുറകിൽ മൂലയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കും. ശരി, എന്നാൽ വേറെ ഒന്നും ഇല്ലല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ആർക്കെങ്കിലും KSRTC പോയിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ശരി, എന്നാൽ നിർത്തുന്നു. ബൈ.